കുട്ടിക്ക് തലവേദന തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ച് നാളായി. മോൾക്ക് മൊബൈൽ ഫോൺ ഗെയിം കളിക്കാൻ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഒരു ദിവസം കുട്ടി എത്ര നേരം മൊബൈലിൽ കളിക്കാറുണ്ട്? അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഗെയിം വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ അടങ്ങിയിരുന്ന് അവള് ശല്യമില്ലാതെ കളിച്ചോളും. ഇപ്പോഴത്തെ അമ്മമാരുടെ സ്ഥിരം ഏർപ്പാടാണിത്. അവരെ ജോലികൾ ചെയ്യുന്നതിനായി ഫോണിൽ ഗെയിം വെച്ച് കൊടുക്കും. നിങ്ങൾ കുട്ടിയോട് എന്ത് ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ? എല്ലാ അമ്മമാരും സാധാരണ ചെയ്യുന്ന കാര്യമല്ലേ ഇത്? അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടി നിരന്തരമായി ഗെയിം കളിക്കുമ്പോൾ അവളുടെ കുഞ്ഞു കണ്ണുകളിലേക്ക് ഈ വെളിച്ചം കടന്നു ചെല്ലും. ഇങ്ങനെ വരുന്ന വെളിച്ചം അവളുടെ കണ്ണിന്റെ റെറ്റിനയെ വല്ലാതെ ബാധിക്കും. മാത്രവുമല്ല, നിരന്തരമായി വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ഡ്രൈ ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കൂടുതൽ നേരം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുട്ടികളെ മാനസികമായും ബാധിക്കും. ഇത്തരത്തിലുള്ള കുട്ടികൾ ഭാവിയിൽ അന്തർമുഖരായി തീരുവാനും ഇടയുണ്ട്. ഇനിയെങ്കിലും മകളുടെ നല്ല ഭാവിയെ ഓർത്ത് മൊബൈൽ ഫോൺ ഗെയിം കളിക്കാനായി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിച്ചോളാം. ഇപ്പോൾ എവിടെ നോക്കിയാലും ചാറ്റ് ചെയ്തും ഗെയിം കളിച്ചും തലകുനിച്ച് മൊബൈൽ നോക്കിയിരിക്കുന്ന യുവതലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. തലകുനിച്ചിരിക്കുന്ന തലമുറയല്ല, തല ഉയർത്തിപ്പിടിച്ച ഒരു യുവതലമുറയാണ് ഈ രാജ്യത്തിന് ആവശ്യം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം.